പാകിസ്ഥാനിലെ വിജനമായ ഒരു റോഡ്. സമയം പാതിരാത്രിയാണ്. കൂരിരുട്ടത്ത് ഒരാൾ തൻ്റെ ജീവനും കൊണ്ട് ഓടുകയാണ്. ശ്വാസം കിട്ടാതെ അയാൾ വലയുന്നുണ്ട്. ശ്വാസം നന്നായി മുട്ടുന്നുണ്ട്. റോഡിലെ ചരലുകളിൽ തട്ടി അയാൾ ഇടറി വീഴുന്നുണ്ട്. അയാളുടെ ശ്വാസകോശം വായുവിനായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നല്ലാത്ത ഒരു ട്രക്ക് പാഞ്ഞു വന്നത്, ഫുൾ സ്പീഡിൽ. ആ കൂട്ടിയിടി പെട്ടെന്നായിരുന്നു. വളരെ ദാരുണമായ ഒന്ന്. ആ മനുഷ്യൻ ആ ചക്രങ്ങൾക്കിടയിൽ ഒരു തുണിക്കഷ്ണം പോലെ ചതഞ്ഞരഞ്ഞുപോയി. പക്ഷേ നിങ്ങളെ ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ആ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചിരുന്ന കൈകൾ ഏതെങ്കിലും ക്രൂരനായ കൊലയാളിയുടേതായിരുന്നില്ല. അതൊരു മിലിറ്ററി ഓഫീസറുടെയോ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച ഒരു കില്ലറുടെയോ ആയിരുന്നില്ല. അതൊരു യുവതിയുടേതായിരുന്നു. 20കളിൽ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. വളരെ ശാന്ത സ്വഭാവമുള്ള, സംസാരത്തിൽ വിനയമുള്ള, ഒരു കല്യാണത്തിന് പൂക്കൾ അലങ്കരിക്കുന്നത് കണ്ടാൽ ചേരുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടി. അവളിപ്പോൾ കൊന്നുതള്ളിയ ആ മനുഷ്യനുണ്ടല്ലോ, അയാള് അവളുടെ ശത്രുവായിരുന്നില്ല. അയാളൊരു പട്ടാളക്കാരനുമായിരുന്നില്ല. അയാള് അബ്ദുള്ളായിരുന്നു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പതിറ്റാണ്ടുകളായിട്ട് സേവനം ചെയ്യുന്ന വിശ്വസ്തനായിട്ടുള്ള പ്രായമായ ഒരു വേലക്കാരൻ. ഒരുപക്ഷെ അന്ന് രാവിലെ പോലും അവൾക്ക് ചായ കൊണ്ടുകൊടുത്ത മനുഷ്യൻ അയാളായിരിക്കും. ഈ പെൺകുട്ടി ഒരു പാകിസ്ഥാനി ആയിരുന്നില്ല. അവൾ ഇന്ത്യയുടെ ഒരു മകളായിരുന്നു. ഒരു ചാരവനിത, ഒരു റോ ഏജന്റ്. ഒരു പാകിസ്ഥാനി ആർമി ബ്രിഗേഡിയറുടെ വീട്ടിൽ മരുമകളായി പ്ലാന്റ് ചെയ്യപ്പെട്ടവൾ. എല്ലാ രാത്രിയും അയാളുടെ മകനോടൊപ്പം ഉറങ്ങുകയും എല്ലാ ദിവസവും ആ കുടുംബത്തിന് ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുമ്പോഴും അവൾ തൻ്റെ ബാത്റൂമിൽ ഒളിപ്പിച്ചു വെച്ച ഒരു റേഡിയോ ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് യുദ്ധരഹസ്യങ്ങൾ കൈമാറുകയായിരുന്നു. അവളുടെ പേര് ലോകം പിന്നീട് അറിയാൻ പോകുന്ന പേര് സഹമത്ത് ഖാൻ എന്നായിരുന്നു. ഇതൊരു സിനിമാ കഥയല്ല, ഇതൊരു യഥാർത്ഥ കഥയാണ്. വിശ്വസിക്കാൻ പ്രയാസമുള്ള, പേടിപ്പെടുത്തുന്ന, എന്നാൽ ഹൃദയം തകർക്കുന്ന ഒരു കഥ. ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും അറിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് അവർക്ക് പോലും വിശ്വസിക്കാനായില്ല. 1971 യുദ്ധകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ആസ്തിയായി മാറിയ ഒരു കോളേജ് പെൺകുട്ടിയുടെ കഥയാണിത്. ഒരു രാജ്യത്തെ രണ്ടായി പിളർത്തുകയും ഇന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് വിളിക്കുന്ന രാജ്യം രൂപീകരിക്കുകയും ചെയ്ത ആ യുദ്ധം. പക്ഷേ ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, സബ്മറൈനുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, അവളുടെ കൈകളിൽ പുരണ്ട രക്തത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാശ്മീരിൽ നിന്നുള്ള പാവപ്പെട്ട ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു പാകിസ്ഥാനി ജനറലിന്റെ വീട്ടിലെത്തിയത്? എങ്ങനെയാണ് അവളുടെ കയ്യിൽ ഒരു ട്രാൻസ്മിറ്റർ എത്തിയത്? മോഴ്സ് കോഡിൽ പരിശീലനം നേടിയ, കൊല്ലാൻ പോലും മടിയില്ലാത്ത ഒരാളായി അവൾ എങ്ങനെയാണ് മാറിയത്? നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. വർഷം 1971. ലോകം മുഴുവൻ ഒരു മുൾമുനയിലാണ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കോൾഡ് വാർ കൊടുമ്പിരി കൊള്ളുന്ന സമയം. ദക്ഷിണേന്ത്യയിൽ ഒരു വലിയ മാനുഷിക ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്നത്തെ ബംഗ്ലാദേശ് പാകിസ്ഥാനി മിലിറ്ററി അവിടുത്തെ ബംഗാളി ജനതയ്ക്ക് നേരെ ക്രൂരമായ അടിച്ചമർത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, വംശഹത്യ. ഏകദേശം 1 കോടിയോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അന്ന് ഒഴുകിയെത്തി. ഇന്ത്യയുടെ മേലെ വലിയ സമ്മർദ്ദമായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു ഒരു യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. യുദ്ധം ഉണ്ടാകുമോ എന്നതല്ലായിരുന്നു ചോദ്യം, എപ്പോൾ ഉണ്ടാകും എന്നതായിരുന്നു. ഈ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾക്കിടയിൽ ഷാഡോയിൽ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഹിദായത്ത് ഖാൻ. അത് അയാളുടെ യഥാർത്ഥ പേരല്ല. ഈ കഥയിലെ ഒരു പേരും യഥാർത്ഥമല്ല. എല്ലാവരുടെയും ഐഡന്റിറ്റി സംരക്ഷിക്കാൻ പേരുകൾ മാറ്റിയിരിക്കുകയാണ്. ഹിദായത്ത് ഒരു കാശ്മീരി മുസ്ലിം ബിസിനസ്സുകാരനായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സും കാർപ്പറ്റും വിൽക്കുന്ന വലിയൊരു സാമ്രാജ്യം തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് റൂട്ടുകൾ കാശ്മീർ താഴ്വരകളിൽ നിന്നും പാകിസ്ഥാനിലെ റാവൽപിണ്ടി, ലാഹോർ, കറാച്ചി തുടങ്ങിയ നഗരങ്ങൾ വരെ നീണ്ടുകിടന്നിരുന്നു. പാകിസ്ഥാനി ജനറൽമാർക്ക് അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. അവർ അദ്ദേഹത്തോടൊപ്പം മദ്യപിച്ചു, ബിസിനസ് ഇടപാടുകൾ നടത്തി, അദ്ദേഹത്തെ അന്ധമായിട്ട് വിശ്വസിച്ചു. അവർക്ക് അദ്ദേഹം ഒരു സുഹൃത്തും വലിയൊരു ബിസിനസ് ടൈക്കൂണും സ്വാധീനമുള്ള മനുഷ്യനുമായിരുന്നു. പക്ഷേ അവർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ ആർക്കും അറിയാത്ത ഒരു കാര്യം. ഹിദായത്ത് ഖാൻ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് രഹസ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഓരോ തവണയും ഒരു ജനറൽ വിദേശ മദ്യം കുടിച്ച് ഒരു മിലിറ്ററി രഹസ്യം പറയുമ്പോൾ ഹിദായത്ത് അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ഒരു രഹസ്യരേഖ മേശപ്പുറത്ത് അശ്രദ്ധമായി ഇരിക്കുമ്പോഴും ഹിദായത്ത് അത് ഓർമ്മിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ഏറ്റവും മൂല്യമുള്ള ഹ്യൂമൻ ഇന്റലിജൻസ് അസറ്റായിരുന്നു അദ്ദേഹം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് എങ്ങനെ പ്രവേശനം കിട്ടി എന്നറിയാമോ? അവിടെയാണ് ട്വിസ്റ്റ്. അവർക്ക് വേണ്ട മദ്യം ഇമ്പോർട്ട് ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു. പാകിസ്ഥാനി ജനറൽമാർ നിയമവിരുദ്ധമായിട്ട് ഇന്ത്യ വഴി മദ്യം എത്തിച്ചിരുന്നത് ഹിദായത്ത് വഴിയായിരുന്നു. അതായിരുന്നു പാകിസ്ഥാനി മിലിറ്ററിയിലെ ഏറ്റവും സ്വാധീനമുള്ള മുറികളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ടിക്കറ്റ്. വർഷങ്ങളോളം ഈ നെറ്റ്വർക്ക് കൃത്യമായിട്ട് പ്രവർത്തിച്ചു. വിവരങ്ങൾ ഒഴുകി. ഇന്ത്യക്ക് അതിന്റെ ഗുണം കിട്ടി. അപ്പോഴാണ് വിധി ഇടപെടുന്നത്. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന ആ സമയത്ത്, ഇന്ത്യക്ക് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ സമയത്ത് ഹിദായത്തിന് ഒരു മോശം വാർത്ത ലഭിക്കുകയാണ്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ഡോക്ടർമാർ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാത്രമേ ആയുസ് വിധിച്ചുള്ളൂ. പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്പൈ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുന്ന മനുഷ്യൻ മരിക്കാൻ പോവുകയാണ്. ഹിദായത്തിന് മരണത്തെ ഭയമില്ലായിരുന്നു. പതിറ്റാണ്ടുകളായിട്ട് അപകടത്തിന്റെ മുമ്പിൽ ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് മറ്റൊന്നാണ്. അദ്ദേഹം മരിച്ചാൽ ഈ ഇന്റലിജൻസ് നെറ്റ്വർക്ക് മൊത്തം തകർന്നു പോകും. അതും ഏറ്റവും മോശം സമയത്ത്. ഇന്ത്യ ഒരു യുദ്ധത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റൊരാൾ ഇല്ലായിരുന്നു. ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ ആരുമില്ല. പാകിസ്ഥാനി മിലിറ്ററി കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നിയത്. വളരെ ധീരമായ എന്നാൽ ധാർമ്മികമായി അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ചിന്ത. അത് അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം വരെ അദ്ദേഹത്തെ വേട്ടയാടുമായിരുന്നു. പാകിസ്ഥാനി മിലിറ്ററിയിലെ ഏറ്റവും മുതിർന്ന ഓഫീസർമാരിൽ ഒരാളായ ബ്രിഗേഡിയർ സയ്യിദ് തന്റെ മകൻ ഇക്ബാലിന് വേണ്ടിയിട്ട് ഒരു വധുവിനെ അന്വേഷിക്കുകയായിരുന്നു. ഇക്ബാല് പാകിസ്ഥാൻ ആർമിയിലെ ഒരു ക്യാപ്റ്റനാണ്. ബ്രിഗേഡിയർക്ക് ഹിദായത്തിനെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഹിദായത്തിന്റെ മകളെ തന്റെ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വിവാഹബന്ധം. ശ്രീനഗറിലെ ഒരു ഹോസ്പിറ്റൽ റൂമിലെ ശരീരം മുഴുവൻ ട്യൂബുകൾ ഘടിപ്പിച്ച് മരുന്നുകളുടെ ഗന്ധത്തിനിടയിൽ കിടന്ന് ഹിദായത്ത് തൻ്റെ മകളെ വിളിച്ചു. സഹമത്ത്. അവൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. യുവതി, മിടുക്കി, ഒരുപാട് സ്വപ്നമുള്ളവൾ. അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു. നമുക്ക് അയാളെ തൽക്കാലം അഭിനവ് എന്ന് വിളിക്കാം. യുദ്ധമോ ചാരപ്രവൃത്തിയോ പാകിസ്ഥാനോ ഒന്നുമില്ലാത്ത ഒരു ഭാവി അവൾ സ്വപ്നം കണ്ടിരുന്നു. അവൾ ആ ഹോസ്പിറ്റൽ റൂമിലേക്ക് നടന്നു വന്നപ്പോൾ കണ്ടത് തകർന്നുപോയ ഒരു മനുഷ്യനെയാണ്. ഒരിക്കൽ അതിശക്തനായിരുന്ന തൻ്റെ അച്ഛൻ ഇപ്പോൾ വെറും ഒരു നിഴൽ മാത്രമായിട്ട് മാറിയിരിക്കുന്നു. വളരെ താഴ്ന്ന ശബ്ദത്തിൽ അദ്ദേഹം അവളോട് ഒരു കാര്യം പറയുകയാണ്. അവളുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറ്റാൻ പോകുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാനിലെ ആ നെറ്റ്വർക്ക് നിലക്കാൻ പാടില്ല. ബ്രിഗേഡിയർ സയ്യിദ് തൻ്റെ മകന് വേണ്ടി നിന്നെ ചോദിച്ചിട്ടുണ്ട്. നീ ഇക്ബാലിനെ വിവാഹം കഴിച്ചാൽ നീ ശത്രുവിന്റെ വീടിനുള്ളിൽ തന്നെ എത്തും. പാകിസ്ഥാനി മിലിറ്ററിയുടെ ഉള്ളിലെ ഇന്ത്യയുടെ കണ്ണും കാതുമായിട്ട് നിനക്ക് മാറാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. മരിക്കാൻ കിടക്കുന്ന അച്ഛൻ വന്ന് പറയുന്നു, നിന്റെ രാജ്യത്തിന് വേണ്ടി നീ ശത്രുരാജ്യത്തുള്ള ഒരു അപരിചിതനെ വിവാഹം കഴിക്കണം. ഓരോ ദിവസം ഒരു നുണയായിട്ട് ജീവിക്കണം. എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ നിന്നെ അവർ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കും, കൊന്നുകളയും. ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. കാരണം ഇന്റലിജൻസ് ലോകം അങ്ങനെയാണ്. നീ പിടിക്കപ്പെട്ടാൽ ഗവൺമെന്റ് നിന്നെ തള്ളിപ്പറയും. നീ വെറും ഒരു പ്രേതമായിട്ട് മാറും. സഹമത്ത് ആകെ ഭയന്നുപോയി. അവൾ വിറച്ചു. അവൾ ഒരുപാട് കരഞ്ഞു. അവൾ അഭിനവിനെ കുറിച്ച് ചിന്തിച്ചു. തൻ്റെ പഠനത്തെക്കുറിച്ച് ചിന്തിച്ചു. താൻ പ്ലാൻ ചെയ്ത ആ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. പക്ഷേ അപ്പോൾ അവളുടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. അത് അവളുടെ ഹൃദയത്തിൽ തറക്കുകയാണ്. ഇന്ന് ഭാരതമാതാവിന് നിന്നെ ആവശ്യമുണ്ട്. ഹിദായത്ത് ഖാനെക്കുറിച്ച് ഒരു കാര്യമുണ്ട്. അദ്ദേഹം തൻ്റെ മകളെ വളർത്തിയത് ഒരൊറ്റ ഫിലോസഫി പഠിച്ചാണ്. രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നതിലും മരിക്കുന്നതിലും വലിയൊരു പ്രതിഫലമില്ല. സഹമത്ത് നിർബന്ധിക്കപ്പെട്ടതല്ല. അവളെ ആരും ഫോഴ്സ് ചെയ്തതല്ല. ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അവൾ ബോധപൂർവം എടുത്ത ഒരു തീരുമാനമായിരുന്നു അത്. അവൾ പ്രണയത്തേക്കാൾ തൻ്റെ രാജ്യത്തെ തെരഞ്ഞെടുത്തു. സുരക്ഷിതത്തെക്കാൾ ഡ്യൂട്ടി തെരഞ്ഞെടുത്തു. അവളൊരു സ്പൈ ആകാൻ തീരുമാനിക്കുകയാണ്. അന്ന് ആ പെൺകുട്ടി മരിക്കുകയായിരുന്നു. അവിടെ ഒരു ആയുധം ജനിക്കുകയായിരുന്നു. പിന്നീട് ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസി കാര്യങ്ങൾ ഏറ്റെടുത്തു. സാധാരണയായിട്ട് ഒരു ചാരനെ പരിശീലിപ്പിക്കാൻ വർഷങ്ങളെടുക്കും. ശാരീരികമായിട്ടുള്ള കരുത്ത്,
മാനസികമായിട്ടുള്ള കരുത്ത്, പുതിയ ഭാഷകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, സർവൈലൻസ് രീതികൾ, നുണക്കഥകൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഇതെല്ലാം പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസികൾ പോലും 2 മുതൽ 5 വർഷം വരെ സമയമെടുക്കും. പക്ഷേ സഹമത്തിന് കിട്ടിയത് വെറും ആഴ്ചകൾ മാത്രമാണ്. വെറും ആഴ്ചകൾ. അവളെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവളുടെ ഹാൻഡ്ലർ മീർ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അന്ന് റോയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം നേരിട്ടാണ് അവൾക്ക് പരിശീലനം നൽകിയത്. അവർ അവളെ മോഴ്സ് കോഡ് പഠിപ്പിച്ചു. ഹൈ ഫ്രീക്വൻസി റേഡിയോ ട്രാൻസ്മിറ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും പ്രവർത്തിക്കണമെന്നും പഠിപ്പിച്ചു. മാനസികമായിട്ടുള്ള കരുത്ത് എങ്ങനെ നിലനിർത്താം എന്ന് പഠിപ്പിച്ചു. ഹൃദയം പേടികൊണ്ട് നിലവിളിക്കുമ്പോഴും എങ്ങനെ ശാന്തമായിരിക്കാം, കണ്ണ് ചിമ്മാതെ എങ്ങനെ നുണ പറയാം, തകരാതെ എങ്ങനെ ഇരട്ട ജീവിതം നയിക്കാമെന്നൊക്കെ. പക്ഷേ അവളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു. നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും മാത്രം ചെയ്താൽ മതി. റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഹീറോ ആകാൻ ശ്രമിക്കരുത്. വെറുമൊരു മരുമകളായിട്ട് ജീവിക്കുക. ആ ജീവിതം അങ്ങോട്ട് നയിക്കുക. എന്തെങ്കിലും പ്രധാനപ്പെട്ടത് കേട്ടാലേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. അവളുടെ ട്രെയിനിങ് അവർ ബോധപൂർവം ചുരുക്കി. കാരണം അവർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. ഏറ്റവും മികച്ച ചാരന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല, മറിച്ച് മറ്റുള്ളവർക്കിടയിൽ ഏറ്റവും നന്നായി അലിഞ്ഞു ചേരുന്നവരാണ്. സഹമത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം തോക്കോ മറ്റു ഗാഡ്ജറ്റുകളോ ആയിരുന്നില്ല, മറിച്ച് അദൃശ്യമാകാനുള്ള അവളുടെ കഴിവായിരുന്നു. ആരും സംശയിക്കാത്ത വിധം ഒരു മികച്ച ഭാര്യയായും നല്ലൊരു മരുമകളായും അഭിനയിക്കാനുള്ള അവളുടെ കഴിവ്. അങ്ങനെ ആ വിവാഹം നടന്നു. സഹമത്ത് ഖാൻ ബീഗം സഹമത്ത് ഇക്ബാൽ സയ്യിദായിട്ട് മാറി. അവൾ പാകിസ്ഥാനിലെ മിലിറ്ററി ആസ്ഥാനമായിട്ടുള്ള റാവൽപിണ്ടിയിലേക്ക് താമസം മാറി. ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തെക്കുറിച്ച് ഊണുമേശയിലിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു വീട്ടിലേക്കാണ് അവൾ നടന്നു കയറിയത്. ബ്രിഗേഡിയറുകളുടെ സ്റ്റഡി റൂമിൽ രഹസ്യ മാപ്പുകൾ വരച്ചിട്ടുണ്ടാകും. പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ വരികയും പോവുകയും ചെയ്യും. അവർ സ്ട്രാറ്റജികളെക്കുറിച്ചും ഓപ്പറേഷനുകളെക്കുറിച്ചും അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം നടുവിലെ സഹമത്തുണ്ടായിരുന്നു. ചായ പകർന്നു നൽകിയും പുഞ്ചിരിച്ചും ഒരു പുതിയ വധുവിൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട്. പക്ഷേ അവളുടെ ബാത്റൂമിൽ ഭിത്തിയിലെ ഒരു പാനലിൽ പിന്നിലെ അവളൊരു ഹൈ ഫ്രീക്വൻസി റേഡിയോ ട്രാൻസ്മിറ്റർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ അവൾ ബാത്റൂമിലെ ജനലിലൂടെ ഒരു ചെമ്പ് കമ്പി പുറത്തേക്ക് നീട്ടി അത് ആൻറ്റിനയായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് ആ തണുത്ത ബാത്റൂം തറയിൽ ഇരുന്ന് അവൾ ഇന്ത്യയിലെ തൻ്റെ ഹാൻഡിൽമാർക്ക് മോഴ്സ് കോഡിൽ മെസ്സേജുകൾ ടാപ്പ് ചെയ്ത് നൽകും. ഓരോ ടാപ്പിലും ഒരു യുദ്ധത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയുന്ന വിവരങ്ങളുണ്ടായിരുന്നു. ഇവിടെയാണ് ഈ കഥ കൂടുതൽ വിശ്വസിക്കാൻ പ്രയാസം ഉള്ളതാകുന്നത്. സഹമത്ത് അത്രയ്ക്കും ബുദ്ധിയുള്ളവളും ആകർഷകമായിട്ട് പെരുമാറുന്ന ഒരാൾ കൂടിയായിരുന്നു. അവൾ ആ കുടുംബത്തിൽ വെറുമൊരു അംഗം മാത്രമല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് മാറുകയാണ്. പാകിസ്ഥാൻ ഭരിച്ചിരുന്ന അന്നത്തെ മിലിറ്ററി ഡിക്റ്റേറ്ററായിട്ടുള്ള ജനറൽ യഹിയാങ്ങൻ്റെ കൊച്ചുമകളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് സഹമത്തിനെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ പ്രസിഡന്റിൻ്റെ പേരക്കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ സ്പൈ ആണ്. ഇതുവഴി അവൾക്ക് ലഭിച്ച ആക്സസ് റോ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ അവിടെയും തീർന്നില്ല. അവളുടെ ഇടപെടലുകൾ ബ്രിഗേഡിയർ സയ്യിദിനെ പാകിസ്ഥാൻ ഇന്റലിജൻസിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സഹായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ രഹസ്യരേഖകൾ അവളുടെ കയ്യെത്തും ദൂരത്ത് എത്തുകയാണ്. അവൾ ആ വീടിനുള്ളിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ആ വാർ റൂമിനുള്ളിൽ തന്നെയായിരുന്നു. ബ്രിഗേഡിയർക്ക് ലഭിക്കുന്ന ഓരോ പ്രൊമോഷനും ഇന്ത്യൻ ഇന്റലിജൻസിന് മുന്നിൽ തുറക്കപ്പെടുന്ന ഓരോ വാതിലുകളായിരുന്നു. ഇനി നമുക്ക് ആ യുദ്ധത്തിന്റെ ഗതി മാറ്റിയ നിമിഷത്തിലേക്ക് പോകാം. 1971 നവംബർ. യുദ്ധം ഔദ്യോഗികമായിട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷേ അത് വരാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ മിലിറ്ററി അതിർത്തിയിൽ സൈന്യത്തെ അണിനിരത്തുന്നു. പാകിസ്ഥാൻ പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നു. പാകിസ്ഥാൻ നേവൽ കമാൻഡിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യ ഓപ്പറേഷന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ ഒരു രഹസ്യ ആയുധം ഉണ്ടായിരുന്നു, PNS ഗാസി എന്ന സബ്മറൈൻ. ഇതൊരു സാധാരണ സബ്മറൈൻ ആയിരുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ USS ടയാബ്ലോ ആയിരുന്നു. 2ാം ലോകമഹായുദ്ധ കാലത്തെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് സബ്മറൈനാണത്. പാകിസ്ഥാൻ ഇത് അമേരിക്കയിൽ നിന്ന് വാങ്ങിയതാണ്. പാകിസ്ഥാന്റെ കയ്യിലുള്ള ഒരേയൊരു ലോങ് റേഞ്ച് സബ്മറൈൻ ആയിരുന്നു ഇത്. അതീവ അപകടകാരി. ആ പ്ലാൻ അതീവ രഹസ്യമായിരുന്നു. ഗാസി ഇന്ത്യൻ തീരങ്ങളിലൂടെ ഒളിഞ്ഞു കയറി അറേബ്യൻ കടലിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയുടെ തെക്കേ അറ്റം ചുറ്റി ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കണം. എന്നിട്ട് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള INS വിക്രാന്ത് എന്ന വിമാനവാഹി കപ്പലിനെ തകർക്കണം.
ഗാസി വിക്രാന്തിനെ മുക്കിയാൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും. കിഴക്കൻ മേഖലയിലെ ഇന്ത്യൻ നാവിക നീക്കങ്ങളുടെ നട്ടെല്ലായിരുന്നു വിക്രാന്ത്. അതില്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയില്ല. കിഴക്കൻ പാകിസ്ഥാന്റെ മോചനം അതോടെ അവതാളത്തിലാകും. പാകിസ്ഥാന്റെ മൊത്തം നേവൽ സ്ട്രാറ്റജി ഒരൊറ്റ കാര്യത്തിലായിരുന്നു: വിക്രാന്തിനെ നശിപ്പിക്കുക. സഹമത്ത് ആ ഫയലുകൾ കണ്ടെത്തി. ചിലർ പറയുന്നത് ബ്രിഗേഡിയർ സയ്യിദിന്റെ സ്റ്റഡി റൂമിൽ നിന്നാണ് അവൾക്കത് കിട്ടിയത് എന്നാണ്. ഗാസിയുടെ മിഷൻ, അതിന്റെ റൂട്ട്, ലക്ഷ്യം, സമയം എല്ലാം അതിലുണ്ടായിരുന്നു. അവൾ ആ കോർഡിനേറ്റുകൾ മനഃപ്പാടമാക്കി. ആ പ്ലാൻ അവൾ ഓർത്തു വെച്ചു. അന്ന് രാത്രി ബാത്റൂം തറയിലിരുന്ന് അവൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കൈമാറി. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: സഹമത്ത് മാത്രമായിരുന്നില്ല ഏക സോഴ്സ്. ഇന്ത്യൻ നേവിക്ക് സ്വന്തമായി സിഗ്നൽ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ശ്രീലങ്കൻ തീരത്ത് ഒരു സബ്മറീന്റെ സ്നോർക്കൽ കണ്ടതായിട്ട് ഒരു മീൻപിടുത്ത ബോട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ നാവൽ ഇന്റലിജൻസ് പാകിസ്ഥാന്റെ ചില അസാധാരണ ആശയവിനിമയങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സഹമത്ത് നൽകിയ വിവരം അത് ഉറപ്പിക്കാൻ സഹായിച്ചു. നേവി സംശയിച്ചിരുന്ന കാര്യങ്ങൾ അവൾ നൽകിയ വിവരങ്ങളുമായിട്ട് കൃത്യമായിട്ട് ഒത്തുപോയി. സംശയത്തെ ഉറപ്പായി മാറ്റിയ ആ അവസാന കഷ്ണം സഹമത്തായിരുന്നു. ഈ ഉറപ്പിന്റെ ബലത്തിൽ ഇന്ത്യൻ നേവി ആധുനിക നാവിക യുദ്ധങ്ങളിലെ ഏറ്റവും മികച്ച ഒരു ചതിക്കുഴി ഒരുക്കുകയാണ്. ഇതിന്റെ സൂത്രധാരൻ വൈസ് അഡ്മിറൽ എൻ കൃഷ്ണനായിരുന്നു. ആ പ്ലാൻ വളരെ സിമ്പിളായിരുന്നു. ആദ്യമായി അവർ INS വിക്രാന്തിനെ ചെന്നൈയിൽ നിന്ന് രഹസ്യമായിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് മാറ്റും. നവംബർ 13 ഗാസി എത്തുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് 100 കണക്കിന് മൈൽ അകലെ വിക്രാന്ത് സുരക്ഷിതമായിട്ട് ഒളിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ ഒരു കെണിയൊരുക്കി. 2ാം ലോക മഹായുദ്ധകാലത്തെ INS രജപുത് എന്ന പഴയ ഡിസ്ട്രോയർ കപ്പലിനെ വിശാഖപട്ടണത്തേക്ക് അയച്ചു. ആ കപ്പലിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഘടിപ്പിച്ചു. വിക്രാന്ത് അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വലിയ തോതിൽ റേഡിയോ സിഗ്നലുകൾ പുറത്തുവിട്ടു. വലിയ അളവിൽ ഭക്ഷണ സാധനങ്ങൾ തുറമുഖത്തേക്ക് ഓർഡർ ചെയ്തു. ഒരു വിമാനവാഹിനി കപ്പലിന് ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ശബ്ദങ്ങളും തിരക്കുകളും അവിടെ കൃത്യമായിട്ട് ഉണ്ടാക്കി. അതൊരു വലിയ കെണിയായിരുന്നു. INS രജപുത്തിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് കമാൻഡർ ഇന്ദർ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ഈ മിഷനെ കുറിച്ച് വിവരം നൽകിയപ്പോൾ, അതായത് നിങ്ങൾ ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായിട്ട് അഭിനയിക്കണം, ഒരു സബ്മറീൻ നിങ്ങളെ കൊല്ലാൻ വരുന്നത് നോക്കിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ ധൈര്യത്തോടെയാണ് അദ്ദേഹം അത് ഏറ്റെടുത്തത്. അദ്ദേഹം പറഞ്ഞു അത്രേ: സാർ, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ല, പക്ഷേ INS രജപുത് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന് പറഞ്ഞു. നവംബർ 14 PNS ഗാസി അതിന്റെ നീണ്ട യാത്ര തുടങ്ങി. അത് ഇന്ത്യൻ ഉപദ്വീപിനെ ചുറ്റിയിട്ട് നവംബർ 20 ബംഗാൾ ഉൾക്കടലിലെത്തി. നവംബർ 23 അതിന്റെ ആ രഹസ്യ ഉത്തരവ് ലഭിച്ചു: INS വിക്രാന്തിനെ മുക്കുക. പക്ഷേ വിക്രാന്ത് അവിടെ ഇല്ലായിരുന്നു. ഗാസി നേരെ പോകുന്നത് ഒരു കെണിയിലേക്കാണ്. അങ്ങനെ ഡിസംബർ 3, 1971 എത്തി. പാകിസ്ഥാൻ ഇന്ത്യയുടെ എയർഫീൽഡുകൾക്ക് നേരെ ആക്രമണം നടത്തി. ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. യുദ്ധം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു. അന്ന് രാത്രി INS രജപുത്ത് ലൈറ്റുകളെല്ലാം അണച്ച് വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടു. കടൽ ഇരുട്ടിലായിരുന്നു. പിരിമുറുക്കം അതിന്റെ അങ്ങേയറ്റത്തായിരുന്നു. ഡിസംബർ 4 ഏകദേശം പുലർച്ചെ 12:15 രാജ്പുത്തിന്റെ സോണാർ ഓപ്പറേറ്റർ ഒരു സിഗ്നൽ കണ്ടെത്തി. 1/2 മൈൽ മുമ്പിലായിട്ട് വെള്ളത്തിനടിയിൽ എന്തോ ഒളിച്ചിരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഇന്ദർ സിംഗ് ഒട്ടും വൈകില്ല. 2 മാർക്ക് ഡെപ്ത് ചാർജുകൾ, സബ്മറീനുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന വലിയ സ്ഫോട വസ്തുക്കൾ വെള്ളത്തിലേക്കിടാൻ അദ്ദേഹം ഉത്തരവിടുകയാണ്. പിന്നീട് നടന്നത് ദക്ഷിണേഷ്യൻ നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിൽ ഒന്നാണ്. വെള്ളത്തിനടിയിൽ വലിയൊരു സ്ഫോടനം നടന്നു. കടല് ഇളകി മറിഞ്ഞു. പിന്നെ എല്ലാം വളരെ ശാന്തമായി. പ്രഭാതത്തിൽ മീൻപിടുത്തക്കാർ കടലിൽ എണ്ണ പടർന്ന് കിടക്കുന്നത് കണ്ടു. ചില അവശിഷ്ടങ്ങൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ആ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ USS ടാബ്ലോ എന്ന് എഴുതിയിരുന്നു. പാകിസ്ഥാൻ സബ്മറീന്റെ പഴയ അമേരിക്കൻ പേര്. പിന്നീട് മിലിറ്ററി ഡൈവേഴ്സ് കടലിനടിയിൽ 99 അടി താഴ്ചയിൽ ഗാസിയെ കണ്ടെത്തി. അതിന്റെ ടോർപിഡോ ഭാഗം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. പെരിസ്കോപ്പ് അപ്പോഴും ഉയർന്നു തന്നെ അവിടെ ഇരിക്കുകയായിരുന്നു. 10 ഓഫീസർമാരടക്കം ആ കപ്പലുണ്ടായിരുന്ന 93 പേരും കൊല്ലപ്പെട്ടു. യഥാർത്ഥത്തിൽ ഗാസിയെ തകർത്തത് എന്താണെന്ന് ഇന്നും ഒരു മിസ്റ്ററിയാണ്. ഇന്ത്യൻ നേവിയുടെ ഔദ്യോഗിക ഭാഷ്യം രജപുത്തിന്റെ ഡെപ്ത് ചാർജുകൾ ഗാസിയെ മുക്കിയെന്നാണ്. പക്ഷേ ഫോറൻസിക് തെളിവുകൾ മറ്റൊരു കഥയാണ് പറയുന്നത്. ഡൈവേഴ്സ് ആ അവശിഷ്ടങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് സബ്മറീന്റെ മുൻഭാഗം ഉള്ളിലേക്കല്ല, മറിച്ച് പുറത്തേക്കാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുറത്തുനിന്ന് ഒരു സ്ഫോടനം ഉണ്ടായാൽ അത് ഉള്ളിലേക്കാണ് അമരുക. പക്ഷേ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അതിന് അർത്ഥം സ്ഫോടനം ഉണ്ടായത് സബ്മറീന്റെ ഉള്ളിലാണ് എന്നുള്ളതാണ്.
അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചത്? പല തിയറികളുണ്ട്. ഗാസിയുടെ പഴയ ബാറ്ററിയിൽ നിന്ന് പുറത്തു വന്ന ഹൈഡ്രജൻ ഗ്യാസ് തീപിടിച്ച് ഉള്ളിലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാകാം എന്ന് ചിലർ കരുതുന്നുണ്ട്. രാജ്പുത്തിനെ കണ്ടപ്പോൾ ഭയന്ന് പെട്ടെന്ന് താഴേക്ക് ഡൈവ് ചെയ്തപ്പോൾ തറയിലിടിച്ച് സ്ഫോടനം ഉണ്ടായതാകാം എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട് ഗാസി സ്വന്തം മൈൻ ഫീൽഡിൽ അകപ്പെട്ടതാണ് എന്നാണ്. രാജ്പുത്തിന്റെ ആക്രമണം കാരണം ഗാസിയിലുള്ളവർ പരിഭ്രാന്തരാവുകയും അവർക്ക് പറ്റിയ ഒരു പിഴവ് കാരണം ഉള്ളിൽ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന തിയറി എന്ന് പറയുന്നത്. സത്യം എന്തായിരിക്കും? ആ സത്യം ഒരുപക്ഷെ ആ 93 പേരോടൊപ്പം കടലിനടിയിൽ പോയിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഗാസിയുടെ മിഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചില്ലായിരുന്നെങ്കിൽ, വിക്രാന്ത് അവിടെയുണ്ടെന്ന് അവരെ വിശ്വസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. സഹമത്തിന്റെ സന്ദേശം ആ ചങ്ങലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി തന്നെയായിരുന്നു. ഗാസി തകർക്കപ്പെട്ടതോടെ ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യക്ക് ആധിപത്യമായി. INS വിക്രാന്ത് അതിന്റെ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാന്റെ നാവിക വ്യോമശക്തിയെ തകർത്തു. ബംഗ്ലാദേശിന്റെ മോചനത്തിലേക്കുള്ള വഴി അതോടെ തുറക്കപ്പെട്ടു. നേവി വിജയം ആഘോഷിക്കുമ്പോൾ റാവൽപിണ്ടിയിലെ ആ വീട്ടില് സഹമത്തിന്റെ ലോകം തകരുകയായിരുന്നു. അവിടെ സംശയങ്ങൾ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ ചോരുന്നുണ്ടെന്ന് പാകിസ്ഥാനി മിലിറ്ററിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. വിവരങ്ങൾ വളരെ വേഗത്തിലും കൃത്യമായും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ആ കുടുംബത്തിലെ പഴയ വേലക്കാരൻ അബ്ദുൾ എന്തോ ചില അസാധാരണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാത്രിയിൽ ട്രാൻസ്മിറ്ററിന്റെ ശബ്ദം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ചെമ്പ് ആന്റിന കണ്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അബ്ദുൾ സഹമത്തിന്റെ രഹസ്യം കണ്ടെത്തി. അബ്ദുൾ ഒരു പട്ടാളക്കാരൻ ആയിരുന്നില്ല, വെറും ഒരു വേലക്കാരനായിരുന്നു. ആ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പാവം മനുഷ്യൻ. പക്ഷേ അദ്ദേഹം അത് അറിഞ്ഞതോടെ സഹമത്തിന്റെ മിഷനും അവളുടെ ജീവിതവും അപകടത്തിലായിട്ട് മാറുകയാണ്. അബ്ദുൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാലേ എല്ലാം തീരും. സഹമത്തിന് മാത്രമല്ല, പാകിസ്ഥാനിലുള്ള ഇന്ത്യയുടെ എല്ലാ ഇന്റലിജൻസ് നീക്കങ്ങൾക്കും ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകാനുള്ള ചാൻസുമുണ്ട്. അങ്ങനെ സഹമത്ത് ആ ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്യുകയാണ്. അവള് അബ്ദുളിനെ പുറത്തേക്ക് വിളിച്ചു. അവൾ ആ ട്രക്കിന്റെ സ്റ്റിയറിങ്ങിന് പിന്നിലിരുന്നു. ആ വിജനമായിട്ടുള്ള റോഡിൽ വെച്ചിട്ട് അവൾ അയാളെ വണ്ടി കയറ്റി കൊല്ലുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എഴുത്തുകാരൻ ഹരീന്ദർ സിംഗ് സഹമത്തിനെ കണ്ടപ്പോൾ അബ്ദുളിനെ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചു. യാതൊരു വികാരവുമില്ലാതെ അവൾ മറുപടി പറഞ്ഞു, ഞാൻ അയാളെ ട്രക്ക് കയറ്റി ചതച്ചു കളഞ്ഞു എന്ന്. എന്നിട്ട് അവൾ കൂട്ടിച്ചേർത്തു, ഞാൻ അയാളോട് പറഞ്ഞു, സോറി അബ്ദുൾ, പക്ഷേ എനിക്കെൻ്റെ രാജ്യത്തോടാണ് കൂടുതൽ സ്നേഹമെന്ന്. സിക്ക ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത് അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തി എന്നാണ്. സഹമത്ത് വളരെ സുന്ദരിയായിട്ടുള്ള മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കണ്ടാൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത തരത്തിലുള്ള ഒരാള്. എന്നിട്ടും അവൾ സ്വന്തം കൈകൊണ്ട് ഒരാളെ കൊന്നു. പക്ഷേ അത് അബ്ദുള്ളിൽ തീർന്നില്ല എന്നുള്ളതാണ്. ബ്രിഗേഡിയറുടെ മറ്റൊരു മകനായിട്ടുള്ള മേജർ മെഹബൂബും അവളെ സംശയിച്ചു തുടങ്ങി. അയാൾ ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസറായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ ട്രെയിനിങ് കിട്ടിയ ഒരാൾ. സഹമത്ത് മനസ്സിലാക്കി മെഹബൂബ് സത്യത്തിന് വളരെ അടുത്തെത്തി എന്ന്. അവൾ അയാളെയും കൊന്നു. റൈസിൻ എന്ന മാരകമായിട്ടുള്ള വിഷം നൽകിയാണ് അയാളെ കൊന്നതെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ശരീരത്തിൽ എത്തിയാൽ കണ്ടെത്താൻ പോലും പ്രയാസമുള്ള മാരകമായിട്ടുള്ള ഒരു വിഷം കൂടിയാണത്. 2 മരണങ്ങൾ. അവർ വിശ്വസിച്ച ഒരു പെൺകുട്ടി, അവരെ കൊന്നു. ഒരു മരുമകൾ, തങ്ങളോടൊപ്പം ഒരു മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച, തങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച ഒരു ചാരവനിത. ഇതിനെല്ലാം ഇടയിലെ ഇക്ബാൽ ഉണ്ടായിരുന്നു, സഹമത്തിന്റെ ഭർത്താവ്. ഇക്ബാൽ അവളെ സത്യസന്ധമായിട്ട് സ്നേഹിച്ചിരുന്നു. അയാൾ അവളോട് വളരെ കരുണ ഉള്ള ഒരാളായിരുന്നു. തൻ്റെ കൂടെ എല്ലാ രാത്രിയും ഉറങ്ങുന്നവൾ തൻ്റെ സഹോദരനെയും വിശ്വസ്തനായ വേലക്കാരനെയും കൊന്ന ഒരു ഏജന്റ് ആണെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഈ കഥക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഇക്ബാലിനെ റോ ഏജന്റുകൾ കൊന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. എന്നാൽ റാസി എന്ന സിനിമയിലെ ഇക്ബാൽ ജീവനോടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഒരുപക്ഷെ അതിലും ക്രൂരമായിരിക്കാം. നമുക്കത് ഒരിക്കലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും സഹമത്ത് ഇക്ബാലിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു. അവളുടെ ഐഡന്റിറ്റി ഏതാണ്ട് വെളിപ്പെടാറായിട്ടുണ്ടായിരുന്നു. അബ്ദുള്ളിന്റെയും മെഹബൂബിന്റെയും മരണങ്ങൾ എല്ലാവരിലും സംശയമുണ്ടാക്കി. റോ മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് ഉടനെ മാറ്റണമെന്ന്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം ഡൽഹിയിലെ അതീവ സുരക്ഷയുള്ള ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് റോ കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ടായിരുന്നു. സമയം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. സഹമത്തിന്റെ ഹാൻഡ്ലർ, നമ്മൾ മീർ എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ആള്,
ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സെഹമത്ത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു ജൂനിയർ ഏജന്റിനെ അങ്ങോട്ടേക്ക് അയച്ചില്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് നിർദ്ദേശങ്ങൾ കൈമാറാനും നിന്നില്ല. മീർ തന്നെ, ഈ ഓപ്പറേഷന്റെ തലവൻ തന്നെ, തന്റെ ഐഡന്റിറ്റി ഒക്കെ മാറ്റി ഒരു വേഷപ്രച്ഛന്നനായിട്ട് നേരിട്ട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ സ്പൈ നെറ്റ്വർക്ക് മൊത്തം നിയന്ത്രിക്കുന്ന ഒരാൾ ശത്രുരാജ്യത്തിന്റെ മണ്ണിലേക്ക് നേരിട്ട് നടന്നു ചെല്ലുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അവിടെ പിടിക്കപ്പെട്ടാൽ അത് വെറും ഒരു ഏജന്റിന്റെ പതനമല്ല, ഇന്ത്യ വർഷങ്ങളെടുത്ത് പടുത്തുയർത്തിയ മുഴുവൻ ഇന്റലിജൻസ് സംവിധാനവും തകർന്നു പോകുമായിരുന്നു. അത്രയും വലിയ റിസ്ക് എടുത്താണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. മീർ എങ്ങനെയൊക്കെയോ സെഹമത്തിന്റെ അടുത്തേക്ക് എത്തി. അതീവ രഹസ്യമായ, സെക്കൻഡുകൾക്ക് ഒരു ആയുസിന്റെ ദൈർഘ്യം തോന്നിക്കുന്ന തരത്തിലുള്ള ആ ചെറിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം രക്ഷപ്പെടാനുള്ള പ്ലാൻ സെഹമത്തിന് വിവരിച്ചു കൊടുത്തു. ഓരോ നിർദ്ദേശങ്ങളും അത്രയും കൃത്യമായിരുന്നു. അവിടെ തെറ്റുകൾക്ക് ഒട്ടും സ്ഥാനമില്ലായിരുന്നു. രണ്ടാമതൊരു അവസരം കിട്ടില്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ സെഹമത്ത് എഴുന്നേറ്റത് മറ്റേതൊരു ദിവസത്തെയും പോലെ തന്നെയായിരുന്നു. അവൾ പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. അച്ഛനോടും അമ്മയോടുമൊക്കെ ചിരിച്ച് സംസാരിച്ചു. ഇക്ബാലിനോട് എപ്പോഴും കാണിക്കാറുള്ള അതേ സ്നേഹത്തോടെ തന്നെ സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ അവൾ പറഞ്ഞു, തനിക്ക് മാർക്കറ്റിൽ വരെ ഒന്ന് പോകണമെന്ന്. വെറുമൊരു റുട്ടീൻ യാത്ര, കുറച്ച് സാധനങ്ങളോ തുണിയോ ഒക്കെ വാങ്ങാൻ വേണ്ടി. ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ, ആരെയും ഒന്ന് പുരികം ഉയർത്താൻ പോലും പ്രേരിപ്പിക്കാത്ത അത്ര നോർമലായിരുന്നു അവിടെ ആ പെരുമാറ്റം എന്ന് പറയുന്നത്. അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാഗുകളില്ല, രേഖകളില്ല, തെളിവുകൾ ഒന്നും തന്നെയില്ല. അവളും അവളുടെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞു മാത്രം. മാസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിലേക്ക് എങ്ങനെയാണ് ഒരു മരുമകളായിട്ട് കയറി വന്നത്, അതേപോലെ ബീഗം സെഹമത്ത് ഇക്ബാൽ സഹീദായി തന്നെ അവൾ ആ വീടിൻ്റെ പടിയിറങ്ങുകയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട്. ഇത്തവണ അവൾ ഒരിക്കലും തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. പുറത്ത് റോ ഏജന്റുകൾ അപ്പോഴേക്കും റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവർ കാത്തിരിക്കുകയായിരുന്നു, ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട്. ആ വീടിൻ്റെ പരിധിയിൽ നിന്നും സെഹമത്ത് പുറത്തു കടന്ന നിമിഷം തന്നെ അവർ അവളെ അവിടെ നിന്ന് മാറ്റി. വളരെ വേഗത്തിൽ, ആരും അറിയാതെ, മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ ഒരു ശൃംഖലയുടെ ആദ്യ കണ്ണിയായി അവർ അവളെ കൊണ്ടുപോവുകയാണ്. ഒരു സേഫ് ഹൗസിൽ നിന്നും അടുത്ത സേഫ് ഹൗസിലേക്ക്. ഓരോ കോണ്ടാക്റ്റുകളും കൃത്യമായിരുന്നു. ഓരോ നീക്കങ്ങളും വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. പാകിസ്ഥാൻ അന്ന് യുദ്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോർഡറുകളിലൊക്കെ അതീവ ജാഗ്രതയാണ് ഉണ്ടായിരുന്നത്. മിലിറ്ററി ചെക്ക് പോസ്റ്റുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഒരു ചെറിയ തെറ്റ്, അല്ലെങ്കിൽ സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടം, ചെക്ക് പോസ്റ്റുകളിൽ കൊടുക്കുന്ന ഒരു തെറ്റായിട്ടുള്ള മറുപടി, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എല്ലാം അവിടെ തീരുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥ രണ്ട് രീതിയിലാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളും ഇന്നും അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഫയലുകളും. നോവലിൽ പറയുന്നത് അവൾ അവസാനം ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൽ ഡൽഹിയിൽ എത്തിയെന്നും അവിടെ തൻ്റെ അമ്മയോടൊപ്പം ചേർന്നു എന്നുള്ളതാണ്. പക്ഷേ ആ യഥാർത്ഥ വഴി, അതായത് അവർ ഉപയോഗിച്ച സേഫ് ഹൗസുകൾ, ബോർഡർ ക്രോസ് ചെയ്ത കൃത്യമായിട്ടുള്ള സ്ഥലം, ഗർഭിണിയായ ഒരു സ്ത്രീയെ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തിലൂടെ ഇത്രയും റിസ്ക് എടുത്ത് മാറ്റിയ ആ ഏജന്റുകൾ, ഈ വിവരങ്ങളൊന്നും ഒരിക്കലും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. റോ ഇതിനെക്കുറിച്ചിട്ട് ഒരിക്കലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഇനിയോട്ട് മിണ്ടുകയും ഇല്ലായിരിക്കും. കാരണം സിഇഒ ഒക്കെ ചെയ്യുന്നത് പോലെ വർഷങ്ങൾക്ക് ശേഷം രഹസ്യരേഖകൾ പുറത്തുവിടുന്ന രീതി റോയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. അവരുടെ രഹസ്യങ്ങൾ എന്നും രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ ഒരു രക്ഷപ്പെടലിന് സിനിമയിൽ കാണിച്ചതിനേക്കാൾ ഇരുണ്ട മറ്റൊരു വശമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. റാസി എന്ന സിനിമയിൽ ആ ഭാഗം കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ചില സോഴ്സുകൾ പറയുന്നത് സെഹമത്തിന്റെ ഭർത്താവ് ഇക്ബാൽ സത്യമെല്ലാം അറിഞ്ഞു എന്നാണ്. അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച, തൻ്റെ കൂടെ കിടന്നുറങ്ങുന്നത് ഒരു ശത്രുരാജ്യത്തിന്റെ ഏജന്റാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ മനുഷ്യൻ എല്ലാം തിരിച്ചറിഞ്ഞു. ചിലപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൾ ഒളിപ്പിച്ചു വെച്ച ആ ട്രാൻസ്മിറ്റർ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാകാം. കൃത്യമായി എങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞതെന്ന് നമുക്കറിയില്ല. പക്ഷേ കേൾക്കുന്ന കാര്യങ്ങൾ അല്പം
പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇക്ബാൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അത് സെഹ്മത്തിന്റെ കൈകൊണ്ടല്ല, മറിച്ച് അവളുടെ രക്ഷപ്പെടൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് റോ ഏജന്റുകൾ തന്നെ ചെയ്തതാണ് എന്നാണ് പറയപ്പെടുന്നത്. അവളെ അത്രയും സ്നേഹിച്ച, അവളുടെ അത്രയും കരുണ കാണിച്ച, ഒരു തെറ്റും ചെയ്യാത്ത, ആകെയുള്ള തെറ്റ് ഒരു ബോർഡറിന്റെ അപ്പുറത്ത് ജനിച്ചുപോയി എന്നത് മാത്രമാണ്. ആ മനുഷ്യൻ ആ മിഷന്റെ രഹസ്യം കാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കപ്പെട്ടു. ഇന്ത്യൻ മണ്ണിൽ എത്തിയപ്പോൾ അവൾ മുട്ടുകുത്തി ആ മണ്ണിനെ ചുംബിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. അത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നില്ല, അത് എല്ലാത്തിൻ്റെയും കൂടിച്ചേരലായിരുന്നു. ആശ്വാസം, സങ്കടം, കുറ്റബോധം, ഭയം, അഭിമാനം. ശത്രുക്കളുടെ വീട്ടിൽ കഴിഞ്ഞ് സ്വന്തം കൈകൊണ്ട് ആളുകളെ കൊന്ന് താൻ വഞ്ചിച്ച ഒരാളുടെ കുഞ്ഞിനെ വയറ്റിൽ പേറുന്ന ഒരു സ്ത്രീയുടെ സങ്കടം മുഴുവൻ പുറത്തു വരികയായിരുന്നു. പക്ഷേ ഈ കഥയുടെ ബാക്കി ആരും അധികം പറയാറില്ല. മിഷൻ കഴിഞ്ഞാൽ ഒരു സ്പൈക്ക് എന്താണ് സംഭവിക്കുന്നത്? ആവേശം ഒടുങ്ങുമ്പോൾ, ഹാൻഡിൽമാരുടെ ഫോൺ കോളുകൾ നിൽക്കുമ്പോൾ, മെഡലുകൾ രഹസ്യ ഫയലുകളിൽ പൂട്ടിവെക്കുമ്പോൾ ആ ഏജന്റിന് പിന്നിലുള്ള മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത്? സെഹ്മത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് തകർന്നുപോയ ഒരു സ്ത്രീയായിട്ടാണ്. അവൾ കടുത്ത ഡിപ്രഷനിലായിരുന്നു. തൻ്റെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് അവൾക്ക് തോന്നി. അത് ശരിയുമായിരുന്നു. അബ്ദുളിനെ കൊന്നതായിരുന്നു അവളെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത്. ഇന്റലിജൻസ് ഓഫീസറായിട്ടുള്ള മെഹബൂബിനെയോ ഇക്ബാലിനെയോ ഓർത്തല്ല അവൾ സങ്കടപ്പെട്ടത്, മറിച്ച് അബ്ദുളിനെ ഓർത്തായിരുന്നു. സത്യം അറിഞ്ഞു എന്നത് ഒഴിച്ചാൽ ഒരു തെറ്റും ചെയ്യാത്ത പാവം വേലക്കാരൻ. അവിടെ വെച്ച് സെഹ്മത്ത് എടുത്ത ഒരു തീരുമാനം അവളുടെ സ്വഭാവം വ്യക്തമാക്കുന്നതായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടും അവൾ കാശ്മീരിലേക്ക് പോയില്ല. തന്നെ കാത്തിരുന്ന അഭിനവിനെ കാണാനേ അവൾ തയ്യാറായില്ല. അഭിനവ് അവളെ ഒരിക്കലും കൈവിട്ടില്ല. വർഷങ്ങളോളം അവളുടെ കാര്യങ്ങൾ നോക്കിയത് അയാളായിരുന്നു. പക്ഷേ സെഹ്മത്ത് തിരഞ്ഞെടുത്തത് മറ്റൊരു സ്ഥലമാണ്. അവൾ പഞ്ചാബിലെ മലേർകോട്ട്ല എന്ന ചെറിയ ടൗണിലേക്ക് മാറുകയാണ്. എന്തുകൊണ്ടാണ് മലേർകോട്ട്ല? കാരണം അത് അബ്ദുളിൻ്റെ നാടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അബ്ദുളിനെ കൊന്ന സ്ത്രീ തൻ്റെ ബാക്കി ജീവിതം ചെലവഴിക്കാൻ തെരഞ്ഞെടുത്തത് അയാളുടെ സ്വന്തം നാടാണ്. അതൊരു പ്രായശ്ചിത്തമായിരുന്നു. രാജ്യസ്നേഹത്തിന് വേണ്ടി ചെയ്ത ഒരു പാപത്തിന് സ്വയം വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് അബ്ദുളിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അയാളുടെ നാട്ടിലെ ആളുകൾക്കിടയിൽ ജീവിക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. ആ വായു ശ്വസിക്കാനും ആ തെരുവുകളിലൂടെ നടക്കാനും അവൾ ആഗ്രഹിച്ചു. താൻ ചെയ്ത കാര്യത്തിൻ്റെ ഭാരം ഓരോ ദിവസവും അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു അത്. മലർക്കോട്ടിലേക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1947 വിഭജന കാലത്ത് ഇന്ത്യയിൽ വലിയ കലാപങ്ങൾ നടന്നപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നിട്ട് കൂടിയിട്ട് മലർകോട്ട്ലയിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് പണ്ട് ആ നാടിനെ അനുഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിലും ആ നാട് സമാധാനത്തിൻ്റെ തുരുത്തായിട്ട് നിന്നു. ആ കരുണയുടെ നാട്ടിലാണ് സെഹ്മത്ത് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അവൾ അവിടെ വളരെ ശാന്തമായിട്ട് ജീവിച്ചു. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചു. ഗവൺമെൻറ് നൽകിയ പണമോ അംഗീകാരമോ ഒന്നും അവൾ സ്വീകരിച്ചില്ല. അവൾ ആരാണെന്ന് ചോദിച്ചവരോടൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്. അവളൊരു യുദ്ധ നായികയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഒരു യുദ്ധത്തിൻ്റെ ഗതി മാറ്റിയത് അവളാണെന്ന് ആരും അറിഞ്ഞില്ല. അവളുടെ രഹസ്യങ്ങളെക്കുറിച്ചോ ആ ബാത്റൂമിലെ ട്രാൻസ്മിറ്ററിനെ കുറിച്ചോ ആർക്കും അറിയില്ലായിരുന്നു. പാകിസ്ഥാനി ക്യാപ്റ്റൻ്റെ മകനായി അവൾക്ക് ജനിച്ച കുട്ടി വളർന്നത് ഇന്ത്യയിലാണ്. ഈ കഥയിലെ ഏറ്റവും വലിയ കാവ്യനീതി എന്താണെന്ന് വെച്ചാൽ, ഒരു പാകിസ്ഥാനി ആർമി ഓഫീസറുടെയും ഇന്ത്യൻ ചാരവനിതയുടെയും മകൾ വലുതായപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. വഞ്ചനയിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ജനിച്ച ആ കുട്ടി തൻ്റെ അമ്മ സംരക്ഷിച്ച രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ട് മാറി. ഈ മകനെയാണ് ഹരീന്ദർ സിക്ക എന്ന മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. സിക്ക ഇന്ത്യൻ നേവിയിലെ മുൻ ലഫ്റ്റനന്റ് കമാൻഡർ ആയിരുന്നു. 1993 വിരമിച്ച് അദ്ദേഹം കോർപ്പറേറ്റ് ലോകത്തേക്ക് കടന്നു. 1999 കാർഗിൽ യുദ്ധസമയത്ത് അദ്ദേഹം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായിട്ട് അതിർത്തിയിൽ പോയി. ഒരു രാത്രി പട്ടാളക്കാരുടെ മെസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ സിക്ക ഇന്ത്യൻ ഇന്റലിജൻസിലെ ചതിയന്മാരെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. വിവരങ്ങൾ വിൽക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം രോഷാകുലനായിട്ട് മാറി. അപ്പോൾ ഒരു യുവ ഓഫീസർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സിക്കയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ചതിയന്മാരല്ല, എൻ്റെ അമ്മ അങ്ങനെയായിരുന്നില്ല എന്ന്. ആ വാചകം സിക്കയെ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹത്തിന് അത് വിടാൻ തോന്നിയില്ല. ആരാണ് ഈ ഓഫീസർ? ആരാണ് അദ്ദേഹത്തിൻ്റെ അമ്മ? അവർ എന്താണ് ചെയ്തത്? മാസങ്ങളെടുത്താണ് സിക്ക ആ കഥ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. മലർക്കോട്ടിൽ ശാന്തമായിട്ട് ജീവിക്കുന്ന ആ സ്ത്രീയെ കണ്ടെത്തിയപ്പോൾ അവർ സംസാരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സിക്ക അവളുടെ വീടിന് മുന്നിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഒരു കുപ്പി വെള്ളവുമായിട്ട് കാത്തിരുന്നു.
ഒടുവിൽ അവൾ വാതിൽ തുറന്നു. അടുത്ത 8 വർഷത്തോളം അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തി. 2 തവണ പാകിസ്ഥാനിൽ പോയിട്ട് വിവരങ്ങൾ ഉറപ്പിച്ചു വരികയും ചെയ്തു. ഒടുവിൽ അവളുടെ കഥ അദ്ദേഹം പുറം ലോകത്തെ അറിയിച്ചു. 2008 ഏപ്രിൽ കോളിംഗ് സഹമത്ത് എന്ന പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തു. ഈ പുസ്തകം പ്രകാശനം ചെയ്തത് INS വിക്രാന്തിന്റെ ഡെക്കിൽ വെച്ചായിരുന്നു, സഹമത്ത് രക്ഷിച്ച അതേ കപ്പലിന്റെ മുകളിൽ വെച്ചിട്ട്. പക്ഷേ സഹമത്ത് പ്രശസ്തിയോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവളുടെ ജീവിതം സിനിമയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് സിക്ക പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മറുപടി അതിശയകരമായിരുന്നു. ഒരു കാശ്മീരി മുസ്ലിം സ്ത്രീയായ അവള് ഒരു സിഖുകാരനായ അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരു നാനക്കിനെ കുറിച്ച് ഒരു സിനിമ എടുക്കൂ എന്ന്. അവളുടെ ആ വാക്കുകൾ സിക്കയെ സ്പർശിച്ചു. അദ്ദേഹം ആദ്യം ഗുരു നാനക്കിനെ കുറിച്ചിട്ട് നാനക് ഷാ ഫക്കീർ എന്ന സിനിമ എടുത്തു. അതിനുശേഷമാണ് ഗുൽസാറിന്റെ മകൾ മേഘന ഗുൽസാർ രാസി എന്ന സിനിമ എടുത്തത്. ആലിയ ഭട്ടായിരുന്നു അതിൽ സെഹമത്തായിട്ട് അഭിനയിച്ചത്. നമ്മൾ സത്യസന്ധമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. സിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്, സെഹമത്തിൽ നിന്ന് എനിക്ക് ആ ബേസിക് സ്റ്റോറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഫിക്ഷൻ ചേർത്തതാണ് എന്നുള്ളത്. കാശ്മീരി പെൺകുട്ടി, പാകിസ്ഥാനി മിലിറ്ററി, കുടുംബത്തിലേക്കുള്ള വിവാഹം, വിവരങ്ങൾ കൈമാറിയത്, കൊലപാതകങ്ങൾ, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ അതിലെ ഡയലോഗുകൾ, റൊമാൻറ്റിക് സീനുകൾ, ഇതൊക്കെ ഒരു നോവലിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാത്ത ഒരു സ്ത്രീയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അദ്ദേഹം ഒരു നോവൽ തന്നെ നെയ്തെടുത്തു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കഥയിലെ സത്യവും ഫിക്ഷനും തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ്. ആളുകളുടെ ഐഡന്റിറ്റി രഹസ്യമാണ്, വിവരങ്ങൾ ക്ലാസിഫൈഡ് ആണ്. സത്യം അറിയാവുന്ന ഏക വ്യക്തി പ്രശസ്തിയേക്കാൾ മൗനമാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഒരു യുവതി പാകിസ്ഥാനി മിലിറ്ററി കുടുംബത്തിൽ വിവാഹം കഴിച്ചു പോയിട്ടുണ്ട്. 1971 യുദ്ധകാലത്ത് അവൾ ഇന്ത്യക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അവളുടെ വിവരങ്ങൾ ഇന്ത്യൻ നേവിയെ സഹായിച്ചിട്ടുണ്ട്. തൻ്റെ രഹസ്യം പുറത്താകാതിരിക്കാൻ അവൾ ആളുകളെ കൊന്നിട്ടുണ്ട്. അവൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. ശിഷ്ടകാലം പ്രായശ്ചിത്തമായിട്ട് അവൾ ജീവിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും അവൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 1971 യുദ്ധസമയത്ത് രൂപീകരിക്കപ്പെട്ടിട്ട് വെറും 3 വർഷമേ ആയിരുന്നുള്ളൂ. ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകത്തിലെ തന്നെ മികച്ച ഒരു ഇന്റലിജൻസ് ഓപ്പറേഷൻ നടത്താനേ അവർക്ക് കഴിഞ്ഞു. ബംഗാളി ഗറില്ലകളെ അവർ പരിശീലിപ്പിച്ചു. പാകിസ്ഥാന്റെ വിമാന ആക്രമണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞു. ഓപ്പറേഷൻ ജാക്ക്പോട്ട് പോലെയുള്ള വലിയ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. 1971 ആ യുദ്ധം വെറും 13 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് അന്ന് കീഴടങ്ങിയത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കീഴടങ്ങൽ. അങ്ങനെ ബംഗ്ലാദേശ് പറന്നു. ഇതിനെല്ലാം പിന്നിൽ ആരും അറിയാത്ത ഒരുപാട് സഹമത്തുമാർ ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതം ബലി കൊടുത്തിട്ട് ഒന്നും തിരിച്ചു ചോദിക്കാത്തവർ. സഹമത്ത് ഖാൻ 2018 ഏപ്രിലിൽ രാജസ്ഥാനിൽ വെച്ച് മരണപ്പെട്ടു. മലേർകോട്ടിൽ നിന്ന് അവൾ പിന്നീട് അങ്ങോട്ടേക്ക് മാറിയിരുന്നു. അവളുടെ ജീവിതം പറയുന്ന രാസി എന്ന സിനിമ പുറത്തിറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അത്. അവൾ ആ സിനിമ കണ്ടിട്ടില്ല. ആലിയ ഭട്ട് തന്നെ അവതരിപ്പിക്കുന്നത് അവൾ കണ്ടില്ല. തൻ്റെ ജീവിതം കണ്ട് തിയേറ്ററിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കരയുമെന്ന് അവൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അവൾ ഒരൊറ്റ ഇൻ്റർവ്യൂ പോലും നൽകിയില്ല, ഒരു അവാർഡും വാങ്ങിയില്ല, ഒരു സ്റ്റേജിലും കയറി നിന്നില്ല, ആത്മകഥ എഴുതിയില്ല. അവൾ നിഴലുകളിൽ ജീവിച്ചു, നിഴലുകളിൽ തന്നെ മരിച്ചു. ഹരീന്ദ്ര സിക്ക തൻ്റെ റിസർച്ച് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ ത്യാഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ചോദ്യം തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണിച്ച ധൈര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എൻ്റെ ഏക മകനെ യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതാണ് ഈ കഥയുടെ ശരിക്കുമുള്ള ഭാരം. ഇത് സബ്മറീനുകളെ കുറിച്ചോ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയല്ല, മോഴ്സ് കോഡിനെക്കുറിച്ചുള്ളതല്ല. മകളുടെ സന്തോഷത്തെക്കാൾ രാജ്യത്തെ സ്നേഹിച്ച ഒരു അച്ഛൻ്റെ കഥയാണിത്. സ്വന്തം ജീവിതത്തെക്കാൾ രാജ്യത്തെ സ്നേഹിച്ച ഒരു മകളുടെ കഥയാണിത്. ഡ്യൂട്ടിക്ക് വേണ്ടി കൊലപാതകം ചെയ്യുകയും ബാക്കി ജീവിതം അതിന് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്ത ഒരു സ്ത്രീയുടെ കഥയാണിത്. ഇന്ത്യയിൽ എവിടെയോ ഒരു കല്ലറയുണ്ട്, അടയാളങ്ങളില്ലാത്ത, ആരും വരാത്ത ഒരു കല്ലറ. 2 രാജ്യങ്ങളുടെ രക്തം പേറുന്ന ഒരു മകൻ എവിടെയോ ഉണ്ട്. മലർക്കോട്ടിലെ ഏതോ തെരുവിലെ ഒരു അധ്യാപിക പഠിപ്പിച്ച കുട്ടികൾ ഇപ്പോഴും ഉണ്ടാകും. അവർ ഒരിക്കലും അറിഞ്ഞു കാണില്ല തങ്ങളെ പഠിപ്പിച്ച ആ ശാന്ത സ്വഭാവക്കാരി ഒരിക്കലും പാകിസ്ഥാനിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള സ്ത്രീയായിരുന്നു എന്നുള്ളത്. അവൾ ഒരു ഹീറോ ആയിരുന്നോ, അതോ ഒരു ഇരയായിരുന്നോ, അതോ രണ്ടും കൂടിയിട്ടുള്ള ഒരാളായിരുന്നോ? ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ഒരുപക്ഷെ അതാകാം സത്യം. രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾ ഒരിക്കലും ആഘോഷിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. കാരണം അത് ആഘോഷിക്കാൻ പോയാൽ അതിന് പിന്നിലെ ഇരുണ്ട വശങ്ങൾ കൂടി പുറത്തു പറയേണ്ടി വരും എന്നുള്ളതാണ്. സഹമത്ത് ഖാൻ ഇരുട്ടിനെ തെരഞ്ഞെടുത്തു. ആ ഇരുട്ട് അവളുടെ രഹസ്യങ്ങളെ ഇന്നുവരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്.